നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. വേലുപ്പാടം പുലിക്കന്നി റോഡിൽ കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി ദമ്പതികൾക്ക് പരിക്കേറ്റു. വേലുപ്പാടം പൗണ്ട് സ്വദേശികളായ കുറിയോടത്ത് അലിയാർ, ഭാര്യ മാഷിദ എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊടകരയിൽ വീട്ടിൽ കവർച്ച, 50 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. ചെങ്ങാലൂർ മനക്കലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പമ്പ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദറിനെ കുന്നംകുളത്ത് നടന്ന ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തു. മാർച്ച് 1 മുതൽ വാഹനങ്ങളുടെ RC ബുക്കുകൾ പൂർണ്ണമായും ഡിജിറ്റലാകും. ഫെബ്രുവരി മാസത്തിനുള്ളിൽ എല്ലാ വാഹന ഉടമകളും RC ബുക്കുമായി ഫോൺ നമ്പറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗതാഗത കമ്മീഷണർ. പുലക്കാട്ടുകര പാലം മട റോഡിന്റെ 200 മീറ്റർ ഭാഗം തകർന്ന് തരിപ്പണമായതോടെ യാത്രാ ദുരിതം പേറി നാട്ടുകാർ. ഭാരവാഹനങ്ങൾ അനിയന്ത്രിതമായി സഞ്ചരിക്കുന്നതാണ് റോഡ് തകരാൻ കാരണമെന്ന് ആക്ഷേപം. അളഗപ്പനഗർ പഞ്ചായത്തിന്റെ വികസന സെമിനാർ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങരയിൽ റോഡിനോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്ന കുഴൽക്കിണർ പൈപ്പ് അപകടക്കണിയാവുന്നതായി പരാതി. വാർത്തകൾ വിശദമായി. വേലുപ്പാടം പുലിക്കന്നി റോഡിൽ കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി ദമ്പതികൾക്ക് പരിക്കേറ്റു. വേലുപ്പാടം പൗണ്ട് സ്വദേശികളായ കുറിയോടത്ത് വീട്ടിൽ അലിയാർ, ഭാര്യ മാഷിദ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിക്ക് KFRIക്ക് സമീപമായിരുന്നു സംഭവം. ടാപ്പിംഗ് തൊഴിലാളികളായ ഇരുവരും ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകരയിൽ വീട്ടിൽ കവർച്ച, 50 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. പെരിങ്ങാക്കുളം കൈപ്പള്ളി രാധാകൃഷ്ണന്റെ പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടത്. ജനലിന്റെ കമ്പികൾ അറുത്തുമാറ്റിയാണ് മോഷണം. വീട്ടുകാർ രാജസ്ഥാനിലേക്ക് യാത്ര പോയിരിക്കുകയാണ്. വീട് വൃത്തിയാക്കാനായി എത്തിയ ജോലിക്കാരിയാണ് മോഷണം നടന്ന വിവരം പോലീസിനെ അറിയിച്ചത്. റൂറൽ SP, ചാലക്കുടി DYSP എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണം നടത്തിവരുന്നു. വീടടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. ചെങ്ങാലൂർ മനക്കലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൊട്ടിക്കിടക്കുന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ചെങ്ങാലൂർ ശാന്തി നഗറിൽ നിന്നും പമ്പ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. 175 HP മോട്ടോറുകൾ ഉടൻ പ്രവർത്തന യോഗ്യമാക്കുക, പദ്ധതിയുടെ മെയിന്റനൻസ് വർക്കുകൾ സമയബന്ധിതമായി നടപ്പിലാക്കുക, വെള്ളം പാഴായി പോകാതെ കനാലിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുക, പമ്പ് ഓപ്പറേറ്റർമാരുടെ ഒഴിവുകൾ നികത്തുക, പദ്ധതിയോടുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ അവഗണന ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. പ്രതിഷേധ ധർണ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയേങ്കര, KJ ജോജു, VK വേലുക്കുട്ടി, ഷൈനി ജോജു, രജനി സുധാകരൻ, രതി ബാബു, പ്രീതി ബാലകൃഷ്ണൻ, ജെയിംസ് പറപ്പുള്ളി, ജസ്റ്റിൻ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. ഉടൻ പ്രവർത്തന യോഗ്യമാക്കുക. 175 മോട്ടോറുകൾ ഉടൻ പ്രവർത്തന യോഗ്യമാക്കുക. പൊട്ടിക്കിടക്കുന്ന പൈപ്പുകൾ ഉടൻ മാറ്റി സ്ഥാപിക്കുക. പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാലൂർ പ്രദേശം ഒരു കാർഷിക മേഖലയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ കാലങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ മനക്കലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഇന്ന് കർഷകർക്ക് യാതൊരു തരത്തിലും ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ ഇന്ന് അവിടെ നിലനിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചിമ്മിണി ഡാം 1974 കേന്ദ്രമന്ത്രി ജഗജീവൻ റാം അത് ഉദ്ഘാടനം ചെയ്ത് കമ്മീഷൻ ചെയ്തത്. 18 വർഷക്കാലം പുതുക്കാട് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്ന് കൊടകരയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയങ്കരായിരുന്ന ശ്രീ KP വിശ്വനാഥന്റെ കാലഘട്ടത്തിൽ നമ്മുടെ മൺമറഞ്ഞു പോയ നമ്മുടെ KK നാരായണേട്ടന്റെ മനസ്സിലുദിച്ച ഒരു വലിയ ഒരു ആശയമായിരുന്നു ഇവിടെ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം കൊണ്ടുവരിക എന്നത്. നിങ്ങൾക്കറിയാം, വളരെ കുറച്ച് നാളുകളായി
ഉള്ള ഒരു പ്രശ്നമാണ് മനക്കിലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. ഇത് വളരെ അന്നത്തെ മുൻ മന്ത്രി നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ ശ്രീ KP വിശ്വനാഥൻ അവർ MLA സമയത്താണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ അതിൻ്റെ അവസാനം വന്നിട്ടിരിക്കുന്ന പൈപ്പുകളെല്ലാം കോൺക്രീറ്റ് പൈപ്പുകളാണ്, ഒക്കെ ഡാമേജായി ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. മനക്കലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി യാഥാർത്ഥ്യമായത് എന്നാണ് എൻ്റെ പരിമിതമായ ഓർമ്മ. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KK നാരായണൻ ജ്യേഷ്ഠൻ ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം തിരുവനന്തപുരത്ത് വരികയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ജനപ്രതിനിധികളുമായിട്ടുമൊക്കെ ചർച്ച നടത്തുമ്പോഴൊക്കെ തന്നെ ആ സാഹചര്യങ്ങളിലൊക്കെ അവിടെ ഉണ്ടാകുവാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുള്ള വിവരം ഞാനിവിടെ സാന്ദർഭികമായി ഓർത്തു പോവുകയാണ്. KP മന്ത്രിയായിരിക്കുമ്പോൾ ആണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് ഞാനും നാരായണനും കൂടി ചാലക്കുടിയിൽ പോയി അവിടെ നിന്ന് ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് ഇവിടെ ഏരിയ കണ്ട് ആണ് മണിക്കൂറുകൾക്കുള്ളിലാണ് KP വിളിച്ചു പറഞ്ഞിട്ട് ആ കണക്ഷനായിട്ട് കിട്ടുന്നത്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദറിനെ കുന്നംകുളത്ത് നടന്ന ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും LDF ജില്ലാ കൺവീനറുമാണ് KV അബ്ദുൽ ഖാദർ. 2006 മുതൽ 2021 വരെ ഗുരുവായൂർ MLA ആയിരുന്നു. 1991 മുതൽ CPMന്റെ ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമാണ്. കേരള പ്രവാസി സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. സംസ്ഥാനത്ത് മാർച്ച് 1 മുതൽ വാഹനങ്ങളുടെ RC ബുക്കുകൾ പൂർണ്ണമായും ഡിജിറ്റലിലാകും. RC ബുക്കുകൾ പ്രിന്റ് എടുത്ത് നൽകുന്നതിന് പകരമാണ് ഡിജിറ്റലായി നൽകുന്നത്. വാഹനം വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വാഹൻ വെബ്സൈറ്റിൽ നിന്നും RC ബുക്ക് ഡൗൺലോഡ് ചെയ്യാനാകും. മാർച്ച് 1 മുതൽ RC ബുക്കുകൾ ഡിജിറ്റലാകുന്നതോടെ പ്രത്യേക നിർദ്ദേശങ്ങളും ഗതാഗത വകുപ്പ് നൽകുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിനുള്ളിൽ എല്ലാ വാഹന ഉടമകളും RC ബുക്കുമായി ഫോൺ നമ്പറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗതാഗത കമ്മീഷണർ H നാഗരാജ് പറഞ്ഞു. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറുകളാണ് നൽകേണ്ടതെന്നും ഓൺലൈൻ വഴിയോ സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു. പുലക്കാട്ടുകര പാലം മഠം റോഡിന്റെ 200 മീറ്റർ ഭാഗം തകർന്നു തരിപ്പണമായതോടെ യാത്രാ ദുരിതം പേറി നാട്ടുകാർ. ഭാരവാഹനങ്ങൾ അനിയന്ത്രിതമായി സഞ്ചരിക്കുന്നതാണ് റോഡ് തകരാൻ കാരണമെന്ന് ആക്ഷേപം. 2023 മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുലക്കാട്ടുകര പാലം മഠം റോഡിന്റെ 200 മീറ്റർ ഭാഗം നവീകരിച്ചത്. 200 മീറ്റർ ഐറിഷ് ഡ്രെയിൻ ടാറിങ്ങും 20 മീറ്റർ ഇന്റർലോക്കുമാണ് വിരിച്ചത്. ഇതിൽ ടാർ ചെയ്ത 200 മീറ്റർ ഭാഗമാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായത്. വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം യാത്രാ ദുരിതം രൂക്ഷമാണ്. പാലിയേക്കര ടോൾ ഒഴിവാക്കിയെത്തുന്ന വാഹനങ്ങളാണ് ഇതിലൂടെ ഏറെയും സഞ്ചരിക്കുന്നത്. ഈ പഞ്ചായത്ത് റോഡിലൂടെ കടന്നു പോകാവുന്ന വാഹനങ്ങളുടെ ഭാരപരിധി 10 ടൺ ആണെന്ന് വലിയ ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും 40ഉം 50ഉം ടൺ ഭാരമുള്ള വലിയ ടോറസ് വാഹനങ്ങളും ബഹുചക്ര വാഹനങ്ങളുമാണ് ഇതിലൂടെ അനുദിനം ഇടതടവില്ലാതെ സഞ്ചരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഭാരവാഹനങ്ങൾ ടോൾ ഒഴിവാക്കി പഞ്ചായത്ത് റോഡിലൂടെ കടന്നു പോകുന്നതാണ് റോഡ് തകരാൻ കാരണമെന്ന് വാർഡ് മെമ്പർ അനു പനങ്കൂടൻ പറഞ്ഞു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 16 മഠം ഷട്ടർ റോഡ്, ഇത് കേവലം ഒരു പഞ്ചായത്ത് റോഡാണ്. പക്ഷേ ഈ റോഡിലൂടെ 8 ടണ്ണിന് മേലെ, നമുക്ക് സാധാരണഗതിയിൽ പഞ്ചായത്ത് റോഡ് എന്ന് പറഞ്ഞാൽ 8 ടൺ ഭാരപരിധിയാണ് പറയുന്നത്. എങ്കിലും നമ്മൾ 10 ടൺ ഭാരപരിധിയാണ് റോഡിൽ 2 തലത്തിലും വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ 60ഉം 70ഉം 80ഉം ടണ്ണുള്ള വണ്ടികളാണ് ഈ വഴിക്ക് പോകുന്നത്. ഇതുപോലെ ഒരു കേരളത്തിലെ വേറൊരു പഞ്ചായത്ത് റോഡിലൂടെയും ഇത്രയും അധികം വണ്ടികൾ പോകുന്നതായി നമ്മൾ അറിവിലില്ല. ഇത്രയും അധികം വണ്ടികളാണ് ഈ വഴി കൂടെ പോകുന്നത്. രാത്രി കാലങ്ങളിൽ മണ്ണും കല്ലും കയറ്റിയ ഒരുപാട് ടോറസ് വണ്ടികൾ ഈ വഴിക്ക് പോകുന്നുണ്ട്. പഞ്ചായത്ത് റോഡിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര MLA ഫണ്ടായാലും MP ഫണ്ടായാലും പഞ്ചായത്ത് റോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 2 സെന്റിമീറ്റർ കനത്തിൽ മാത്രമേ പണിയാൻ പറ്റുള്ളൂ. ഈ കേടായ ഒരു 150 മീറ്ററോളം ഉള്ള റീടാറിംഗ് ആണ് നടത്തിയിരുന്നത്. അതൊരിക്കലും പുതിയ റോഡല്ല. സ്കൂൾ വാഹനങ്ങളടക്കം ദിനം പ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. പലപ്പോഴും വൻ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഗർത്തങ്ങൾ ഒഴിവാക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നതും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു. 30 ലക്ഷം ചെലവിട്ട് 2 വർഷം മുൻപ് മാത്രം നവീകരിച്ച റോഡാണ് ഇത്തരത്തിൽ പൂർണ്ണമായും തകർന്നത്.
റോഡ് പൂർണ്ണമായും പുതുക്കിപ്പണിയുകയും ഭാരവാഹനങ്ങൾ നിയന്ത്രിക്കുകയുമാണ് ഈ റോഡ് നിലനിർത്താനുള്ള ഏകമാർഗമെന്ന് വാർഡ് മെമ്പർ അനു പനങ്കൂടൻ പറഞ്ഞു. മഠം ഷട്ടർപാലം റോഡിന്റെ ഈ കാണുന്ന 200 മീറ്റർ ഭാഗം പൂർണ്ണമായും തകർന്ന് യാത്രായോഗ്യമല്ലാതായതോടെ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ടോറസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്നതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. റോഡ് പൂർണ്ണമായും പുതുക്കിപ്പണിയുകയും ഭാരവാഹനങ്ങൾ നിയന്ത്രിക്കുകയുമാണ് ഈ റോഡ് നിലനിർത്താനുള്ള ഏക പരിഹാരം. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. സംസ്ഥാനത്തെ ഉയർന്ന താപനില കണക്കിലെടുത്ത് ജോലി സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണർ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ തൊഴിലാളികൾക്ക് വിശ്രമം നൽകണമെന്നാണ് ലേബർ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാവിലെ 7-നും വൈകിട്ട് 7-നും ഇടയിൽ 8 മണിക്കൂറാക്കി ജോലി സമയം ക്രമീകരിക്കണമെന്നാണ് ലേബർ കമ്മീഷണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 11 മുതൽ മെയ് 10 വരെയാണ് നിയന്ത്രണം. തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. നിർമ്മാണ മേഖലയിലും റോഡ് നിർമ്മാണ ജോലിക്കാർക്കിടയിലും കർശനമായി സമയക്രമീകരണം നടപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അളഗപ്പനഗർ പഞ്ചായത്തിന്റെ വികസന സെമിനാർ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രിൻസി ഡേവിസ്, ജിജോ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ PK ശേഖരൻ, ദിനിൽ പാലപ്പറമ്പിൽ, PS പ്രീജു, VK വിനീഷ്, സജന ഷിബു, പ്രിൻസൻ തയ്യാലക്കൽ, അശ്വതി പ്രവീൺ, ശൈലജ, പ്രിൻസ് അരിപ്പാലത്തുകാരൻ, പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. പദ്ധതിയുടെ 25ാം വർഷം പിന്നിട്ടിരിക്കുക. ജനകാസൂത്രണ പദ്ധതി നിലവിൽ വന്ന് ഏതാണ്ട് 40% സംസ്ഥാന ബഡ്ജറ്റിൻ്റെ തുക ത്രിതല പഞ്ചായത്തുകൾക്ക് കൈമാറി. പണത്തോടൊപ്പം തന്നെ അത് നിർവഹിക്കുന്നതിനാവശ്യമായ അധികാരവും നൽകി. ഏതാണ്ട് ഒരു 25 വർഷത്തെ അനുഭവത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ സെക്ഷന്റെ അവസാനത്തെ വികസനത്തിനാണ്. അതിന് ഏറ്റവും സന്തോഷകരം തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ കാര്യത്തിൽ പ്രാവീണ്യമുള്ളവർ തന്നെയാണ് ഇന്നത്തെ ഈ യോഗത്തിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 25-26 വർഷത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ തീരുമാനമാണ് ഇന്നിവിടെ എടുക്കേണ്ടത്. അപ്പോൾ സത്യത്തിൽ മാലിന്യ സംസ്കരണം, മാലിന്യമുക്ത നവകേരളം, അതാണ് പ്രധാനമായിട്ടും ഏറ്റെടുക്കേണ്ട പദ്ധതികൾ. അപ്പോൾ അതിൽ ഊന്നിക്കൊണ്ട് വേണം നമുക്ക് പദ്ധതികൾ തയ്യാറാക്കാൻ. ഇപ്പോൾ കുറേ മുൻഗണനകൾ നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അതിദാരിദ്ര്യമാണ്. ഇപ്പോൾ 2025 നവംബർ 1 നമ്മുടെ പഞ്ചായത്ത് അതിദാരിദ്ര്യ വിമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കണം. വെള്ളിക്കുളങ്ങരയിൽ റോഡിനോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്ന കുഴൽക്കിണർ പൈപ്പ് അപകടക്കടിയാവുന്നതായി പരാതി. വെള്ളിക്കുളങ്ങര മാവിൻ ചുവടിന് സമീപമുള്ള വിമല സ്കൂളിന് മുൻവശത്താണ് റോഡിനോട് ചേർന്ന് ഉപയോഗശൂന്യമായ കുഴൽക്കിണറുള്ളത്. ഈയിടെ റോഡ് വീതി കൂട്ടി ടാറിംഗ് നടത്തിയതോടെ കുഴൽക്കിണറിന്റെ പൈപ്പ് റോഡിനോട് തൊട്ടാണ് നിൽക്കുന്നത്. രാത്രിയിൽ ഈ ഭാഗത്ത് വെളിച്ചക്കുറവുള്ളതിനാൽ അപകട സാധ്യത കൂടുതലാണ്. കാൽനടക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും മരണക്കെണി തീർക്കുന്ന ഈ കുഴൽക്കിണർ അപകട സാധ്യത കണക്കിലെടുത്ത് എത്രയും വേഗം നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാർഡംഗം KR ഔസേഫ ഈ വിഷയം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അപകട ഭീഷണിയായ കുഴൽക്കിണർ പൈപ്പ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി എറണാകുളം ഇടപ്പള്ളിയിലുള്ള KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് 3 ആഴ്ച മുൻപ് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായിട്ടില്ല. യാത്രക്കാർക്ക് അപകടം സംഭവിക്കും മുൻപ് കുഴൽക്കിണർ പൈപ്പ് നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരുവ് നായകൾക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ നിർവഹിച്ചു. വെറ്റിനറി ഡോക്ടർ TI ജോഷി അധ്യക്ഷനായി. 2 ദിവസം എടുത്താണ് വാക്സിനേഷൻ നൽകുന്നത്. 1 ലക്ഷം രൂപ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുത്തിവയ്പ് നൽകുന്നത്. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. തന്ത്രി അഴകത്ത് മനക്കൽ ശ്രീജേഷ് നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. കൊടിയേറ്റത്തിന് ശേഷം ക്ഷേത്രത്തിലെ വനിതാ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളിയും പഞ്ചമി വിനോദ് അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും അരങ്ങേറി.
ഈ മാസം 13 വരെ ദിവസേന രാത്രി 7-ന് സംഗീത പരിപാടികളും നൃത്തനൃത്യങ്ങളും അരങ്ങേറും. പള്ളിവേട്ട ദിവസമായ 14-ന് പഞ്ചാരി മേളം, എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയുണ്ടാകും. 15-ന് രാവിലെ നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും. പാലപ്പിള്ളി എലിക്കോട് നഗറിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. 10 അടിയിലേറെ നീളമുള്ള പാമ്പിനെയാണ് കണ്ടെത്തിയത്. പാലപ്പിള്ളി റേഞ്ചിലെ സീനിയർ റെസ്ക്യൂ വാച്ചറായ AV സുനിലാണ് രാജവെമ്പാലയെ പിടികൂടിയത്. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് ഹോക്കി ടൂർണമെന്റിൽ തൃശൂർ ജില്ലാ ടീം 2ാം സ്ഥാനം നേടി. 35+ കാറ്റഗറി വനിതകളും 40+ കാറ്റഗറിയിൽ പുരുഷന്മാരും പങ്കെടുത്തു. എല്ലാ കാറ്റഗറിയിലും 2ാം സ്ഥാനം ജില്ലാ ടീം നേടി. 35+ വനിതകളുടെ ടീം മാനേജറായ കോടാലി സ്വദേശിനി ദീപയാണ് ടീമിനെ നയിച്ചത്. ക്യാപ്റ്റൻ KR വിജയ, ടീം അംഗങ്ങളായ ഗോൾ കീപ്പർ KT ശാരിക, സിനി, RV നിമ, PJ നിതു, CH രേഖ, CD സിന്ധു, M ശരണ്യ എന്നിവരാണ് പങ്കെടുത്തത്. ടീം മാനേജറായ കോടാലി സ്വദേശിനി ദീപ കോടശ്ശേരി പഞ്ചായത്തിലെ വെട്ടിക്കുഴി നോട്ടർഡാം സ്കൂളിലെ ഹോക്കി പരിശീലകയാണ്. പാലപ്പിള്ളി പുലിക്കണ്ണി ദാറുത്തഖ്വ ഇസ്ലാമിക് അക്കാദമിയുടെ സിൽവർ ജൂബിലി പ്രഖ്യാപന സമ്മേളനം ഈ മാസം 24-ന് നടക്കും. വൈകിട്ട് 7-ന് ദാറുത്താഹ കാമ്പസിലാണ് സമ്മേളനം. പാണക്കാട് സയ്യദ് മുന്നവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അസിഫ് ദാരിമി പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തും. തൃശൂർ ജില്ലയിലെ സമസ്തയുടെയും പോഷക സംഘടനകളുടെയും അംഗങ്ങൾ സമ്മേളനത്തിൽ സന്നിഹിതരാകും. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ ഭക്ഷണമാണ് മത്തങ്ങ വിത്ത്. ദഹനത്തെ സഹായിക്കുന്ന നാരുകളാൽ സമ്പുഷ്ടമാണ് മത്തങ്ങ വിത്തുകൾ. ആന്റി ഓക്സിഡന്റുകളുടെയും ഫൈറ്റോ കെമിക്കലുകളുടെയും സാന്നിധ്യം നല്ല പ്രതിരോധശേഷി ഉറപ്പാക്കുകയും വൈറൽ അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. റിപ്പോർട്ട് കാണാം. മത്തങ്ങ വിത്തുകളിൽ പ്രധാന പോഷകങ്ങളും ധാതുക്കളും നല്ല കൊഴുപ്പുകളും അടങ്ങിയിട്ടുണ്ട്. ഡയറ്ററി ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ വിവിധ ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നു. ആന്റി ഓക്സിഡന്റുകളുടെ സാന്നിധ്യം ഓക്സിഡേറ്റഡ് സ്ട്രെസ്സിനെ ചെറുക്കാൻ സഹായിക്കുന്നു. ഇത് വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നു. മോണോസാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുടെ സാന്നിധ്യം ഹൃദ്രോഗം കുറയ്ക്കാനും കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. സിങ്ക്, ഇരുമ്പ്, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ സാന്നിധ്യം എല്ലുകളുടെ ആരോഗ്യം ഉത്തേജിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. ട്രിപ്റ്റോഫാൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ സാന്നിധ്യം മാനസികാവസ്ഥയും ഉറക്കത്തിന്റെ ഗുണനിലവാരവും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. നല്ല കൊഴുപ്പ്, പ്രോട്ടീൻ, നാരുകൾ എന്നിവയുടെ സാന്നിധ്യം കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താനുള്ള ഗുണവും അവയ്ക്കുണ്ട്. മത്തങ്ങവിത്തിൽ സെറാട്ടോണിൻ എന്ന ന്യൂറോ കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. മത്തങ്ങ വിത്തുകളിൽ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡാണ് കൂടുതലായി ഉള്ളത്. ഇത് ശരീരത്തിലെ സെറോട്ടോണിൻ ആയി മാറുകയും നല്ല ഉറക്കം കിട്ടുന്നതിനും സഹായിക്കുന്നു. മത്തങ്ങ വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് പ്രത്യുത്പാദനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. പുരുഷന്മാരിൽ ബീജത്തിന്റെ അളവ് കൂട്ടാൻ മത്തങ്ങ വിത്തുകൾ സഹായകമാണെന്ന് പഠനങ്ങൾ പറയുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസത്തെ DCFA, 4 മാസ ടാലി കോഴ്സുകളിലേക്ക് +2 കൊമേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷന് SSLC യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം. 4 മാസമാണ് കാലാവധി. 6 മാസ DCAS കോഴ്സിന് +2 ഡിപ്ലോമയുള്ളവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.ibscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 0487 22505075 9447 918589. മറ്റൊരു നമ്പർ 7559935097. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8010 രൂപയും പവന് 64,080 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വേലുപ്പാടം പുലിക്കണ്ണി റോഡിൽ കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി ദമ്പതികൾക്ക് പരിക്കേറ്റു. വേലുപ്പാടം പൗണ്ട് സ്വദേശികളായ കുറിയോടത്ത് അലിയാർ, ഭാര്യ മാഷിദ എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊടകരയിൽ വീട്ടിൽ കവർച്ച, 50 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു.
ചെങ്ങാലൂർ മനക്കലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പമ്പ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദറിനെ കുന്നംകുളത്ത് നടന്ന ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തു. മാർച്ച് 1 മുതൽ വാഹനങ്ങളുടെ RC ബുക്കുകൾ പൂർണ്ണമായും ഡിജിറ്റലിലാകും. ഫെബ്രുവരി മാസത്തിനുള്ളിൽ എല്ലാ വാഹന ഉടമകളും RC ബുക്കുമായി ഫോൺ നമ്പറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗതാഗത കമ്മീഷണർ. പുലക്കാട്ടുകര പാലം മട റോഡിന്റെ 200 മീറ്റർ ഭാഗം തകർന്ന് തരിപ്പണമായതോടെ യാത്രാ ദുരിതം പേറി നാട്ടുകാർ. ഭാരവാഹനങ്ങൾ അനിയന്ത്രിതമായി സഞ്ചരിക്കുന്നതാണ് റോഡ് തകരാൻ കാരണമെന്ന് ആക്ഷേപം. അളഗപ്പനഗർ പഞ്ചായത്തിന്റെ വികസന സെമിനാർ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങരയിൽ റോഡിനോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്ന കുഴൽക്കിണർ പൈപ്പ് അപകടക്കെണിയാവുന്നതായി പരാതി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.